മഹാകുംഭമേള നടക്കുന്ന തിരുനാവായയിൽ പൂജാപുഷ്പങ്ങൾക്കായി തെച്ചിപ്പൂങ്കാവനമൊരുക്കി നൽകി ഭക്തൻ. പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് മഹാകുംഭമേളയ്ക്ക് വേദിയായ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രാങ്കണത്തിൽ മികവിന്റെ തെച്ചിപ്പൂന്തോട്ടമൊരുക്കി നൽകിയത്. കുടുംബത്തോടൊപ്പമാണ് ദിവസങ്ങൾക്കു മുൻപ് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ സുരേഷ് എത്തിയത്. ശബരിമല, ചോറ്റാനിക്കര തുടങ്ങി കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പുഷ്പ ഉദ്യാനങ്ങൾ ഒരുക്കിയ സുരേഷിനെക്കുറിച്ച് അറിഞ്ഞ ക്ഷേത്രം അധികൃതർ തിരുനാവായയിലും പൂജയ്ക്കാവശ്യമായ ഒരു തെച്ചിത്തോട്ടം ഒരുക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. തിരികെ വീട്ടിലേക്ക് മടങ്ങിയ ഐശ്വര്യ സുരേഷ് നിറയെ തെച്ചിത്തൈകളുമായി സഹോദരീപുത്രൻ പ്രദീപ് കണ്ണനോടൊപ്പം പുണ്യഭൂമിയായ തിരുനാവായയിൽ വീണ്ടുമെത്തി. ക്ഷേത്രം അധികൃതരുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ മികവിന്റെ തെച്ചിത്തോട്ടമൊരുക്കി നൽകി. ക്ഷേത്രം മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി, ശാന്തിഗിരി മഠാധിപതി സ്വാമി മുക്താനന്ദ, ദേവസ്വം ഓഫീസർ പരമേശ്വരൻ, ദേവസ്വം സ്റ്റാഫ് അർജുൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ആവശ്യമായ പൂജാപുഷ്പങ്ങൾ അതത് ക്ഷേത്രങ്ങളോട് ചേർന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ് തന്റെ കാഴ്ചപ്പാടെന്ന് സുരേഷ് പറയുന്നു. അതിന് തന്നാൽ കഴിയുന്ന പരിശ്രമങ്ങൾ നടത്തി വരികയാണ്. എല്ലാം ദൈവാനുഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി ഗുരുവായൂരപ്പന്റെ ആവാസഗേഹമായ ഗുരുവായൂരിലും പൂജാപുഷ്പങ്ങൾ ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഐശ്വര്യ സുരേഷ്. മികവിന്റെ പൂജാപുഷ്പ ഉദ്യാനങ്ങൾ ഒരുക്കുന്ന സുരേഷിന്റെ മാതൃകാ പ്രവർത്തനങ്ങൾ കേരളത്തിലെ തന്നെ വിവിധ ജില്ലകളിലുള്ള വിവിധ ക്ഷേത്രങ്ങളിലും നടപ്പാക്കി വരികയാണ്. അപ്പോൾ കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ പറഞ്ഞു, ഇരുന്നു. അപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെയൊക്കെ കുറേ അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ശബരിമലയിലും ഗുരുവായൂരും പിന്നെ ചോറ്റാനിക്കര പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പൂജാപുഷ്പങ്ങൾ പിടിപ്പിച്ചു കൊടുക്കുന്ന പൂന്തോട്ടം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നവാമുകുന്ദനും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കത് വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ഈ കുംഭമേളയുടെ തിരക്ക് കഴിഞ്ഞിട്ട് പോരെയെന്ന് ചോദിച്ചു. സാർ, എനിക്ക് ഈ കുംഭമേളയുടെ ഉള്ളിൽ തന്നെ ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആഗ്രഹം ഒരാൾക്കുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കാൻ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് ഇത്ര അധികം ആളുകളെയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. സുരേഷിൻ്റെ ആഗ്രഹം ഇന്നൊരു സമർപ്പണമായിട്ട് ഭഗവാന് സമർപ്പിച്ചു. സുരേഷിനും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിൻ്റെ ഒരു ഐശ്വര്യവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മഹാകുംഭമേള നടക്കുന്ന തിരുനാവായയിലെ നവമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുകയുണ്ടായി. ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന പൂന്തോട്ടത്തിനരികെ എനിക്ക് തെച്ചിത്തോട്ടം നിർമ്മിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടായി. ദേവസ്വം അധികൃതരായി സംസാരിച്ചപ്പോൾ അവരതിനുള്ള അനുമതി തന്നു. എൻ്റെ സഹോദരി പുത്രനായ പ്രദീപ് കണ്ണനും കൂടി ചേർന്ന് അവിടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ക്ഷേത്രം മേൽശാന്തിയും ദേവസ്വം ഓഫീസർ മുക്താനന്ദ സ്വാമിജി, അവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾ എല്ലാവരും ചേർന്ന് വളരെ ഗംഭീരമായി അത് ചെയ്തു. മുന്നേ എനിക്ക് ശബരിമലയിലും അതുപോലെ തന്നെ ചോറ്റാനിക്കരയിലും മുതുവറ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഇപ്പോൾ ഈ ഫെബ്രുവരി 7-ാം തീയതി മറ്റേ ഗുരുവായൂരിലും ചെയ്യാനുള്ള ഇതായിട്ട് ഈ 7-ാം തീയതി ഏകദേശം കാലത്ത് 9 മണിക്ക് തന്ത്രി വന്നിട്ടാണ് അത് ഗുരുവായൂർ തന്ത്രി ആയിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതൊക്കെ മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ക്ഷേത്രത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജാപുഷ്പങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നുള്ള ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. അതിന് നല്ല നിർദ്ദേശം തരുന്നതും ഈ ഏതൊക്കെ തോട്ടങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ അമ്പലത്തിലാണ് ചെയ്യണമെങ്കിൽ അത് ഗുരുവായൂർ തന്ത്രിയുടെ കയ്യിൽ നിന്ന് ദക്ഷിണമായിട്ട് മേടിച്ചിട്ട് ആദ്യ തെയ്യയുടെ കാശ് തന്ത്രിയാണ് തരാറ്. അവിടെ നിന്നാണ് ഇത്രയും സംരംഭങ്ങൾ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി വളരെ വിജയകരമായി തീർക്കാൻ എനിക്ക് സാധിക്കുന്നു. തുടർന്ന് എല്ലാ ഭക്തജനങ്ങളുടെയും നല്ലൊരു സപ്പോർട്ടുണ്ട്. എല്ലാവരും അതാത് പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൂജാപുഷ്പങ്ങൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.